രക്ഷിതാക്കളെ, ഉമ്മമാരെ, ഇന്ന് ആ ഉപ്പ എവിടെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ആ ഉമ്മ എവിടെയാണെന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അവര് നമ്മുടെ നാട്ടിലുള്ള ശ്മശാനത്തിൽ 6 അടി മണ്ണിൽ ഉറങ്ങുകയാണ്. എന്റെ ഉമ്മമാരെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഈ സമയത്ത് കണ്ണുകൊണ്ട് നിങ്ങൾ എന്നെ നോക്കുമ്പോ മനസ്സുകൊണ്ട് ഞാൻ നിങ്ങളെ ഉമ്മയെ നോക്കാൻ വേണ്ടി പറയുകയാണ്. നിങ്ങളെല്ലാവരും മനസ്സുകൊണ്ട് നിങ്ങളെ ഉമ്മയുടെ മുഖമൊന്ന് കാണണം, നിങ്ങളെ പൊന്നുപ്പാന്റെ മുഖമൊന്ന് കാണണം. രക്ഷിതാക്കളെ, ഉമ്മമാരെ, പാവങ്ങളായ നമ്മളെ ഉമ്മമാർ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എന്തെങ്കിലും സുഖങ്ങൾ നമ്മളെ ഉമ്മമാർ ആസ്വദിച്ചിട്ടുണ്ടോ? ഇന്ന് നമുക്ക് ഇടിക്കാനും അരക്കാനും മിക്സിയുണ്ട്. എന്നാൽ ഒരു കാലത്ത് നമ്മളെ ഉമ്മയും ഉപ്പമാരും ജീവിച്ച കാലം, അവർക്ക് ഇടിക്കാനും പൊടിക്കാനും യന്ത്രങ്ങളോ മെഷീനുകളോ ഇല്ലാത്ത ഒരു കാലത്ത് ഇടിച്ചും പൊടിച്ചും അരച്ചും പാവങ്ങളായ നമ്മളെ പോറ്റിയ, കൈകാലുകൾ മുഴുവനും മുളകിന്റെ ശക്തമായ ചൂട് കൊണ്ട്, അതല്ലെങ്കിൽ അധികമായ എരിവ് കൊണ്ട് വേദനിച്ച നമ്മളെ പൊന്നുമ്മമാർ, കൈകൾ മുഴുവനും അരച്ചിട്ട് കൈ മുഴുവനും എരിഞ്ഞിട്ട് അതിന്റെ മുകളിൽ വെളിച്ചെണ്ണ പുരട്ടി നടന്ന പാവങ്ങളായ നമ്മളെ ഉമ്മമാരെ, എന്റെ മുമ്പിലുള്ള ഉമ്മമാരെ, നിങ്ങൾ ആരെങ്കിലും മറന്നുപോയോ? ഇന്ന് നമുക്ക് അടുപ്പിന് പകരം ഗ്യാസിന്റെ സംവിധാനമുണ്ട്. ഇന്ന് നമുക്ക് ഊതേണ്ടതില്ല, കത്തിക്കാനുള്ള പ്രയാസങ്ങളൊന്നുമില്ല. എന്നാൽ പച്ചവിറക് കൊണ്ടുവന്ന് അടുപ്പിൽ വെച്ച് ഊതി മുഖം വിവർണമായി പാവങ്ങളായ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്ന പാവപ്പെട്ട പൊന്നുമ്മ, ആ പൊന്നുമ്മ ഇന്ന് എവിടെയാണെന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതേ പ്രകാരം രാവിലെ വീട്ടിൽ നിന്നിറങ്ങി വൈകുന്നേരം വരെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് സാഹസപ്പെട്ട് വൈകുന്നേരം വീട്ടിലേക്ക് കടന്നു വന്ന വിയർപ്പൊലിപ്പിച്ച് നമ്മളെ പോറ്റിയ നമ്മളെ പൊന്നുപ്പ, ആ പൊന്നുപ്പ എവിടെയാണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവരെല്ലാവരും ഇനി നിന്നൊക്കെ നമ്മളെ ബെഡിലാണ് കിടക്കുന്നത്. നമ്മളെ ഉമ്മമാരുപ്പമാരെന്താണ് ബെഡെന്ന് കണ്ടിട്ടില്ല. ഇന്ന് നമ്മൾ എസിയിലും ഫാനിലുമാണ് കിടക്കുന്നത്. അതിന്റെ ഒരു സുഖം പോലും നമ്മളെ മാതാപിതാക്കൾ ആസ്വദിക്കാതെ രാവും പകലും പാവങ്ങളായ മക്കളാകുന്ന നമുക്ക് വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നമ്മുടെ നാട്ടിലുള്ള ശ്മശാനത്തിലേക്ക് തിരിച്ചുപോയി അവരിൽ 6 അടി മണ്ണിലേക്ക് നമ്മൾ അവരെ മറവ് ചെയ്ത്, എന്റെ ഉമ്മമാരെ, രക്ഷിതാക്കളെ, പാവങ്ങളായ ഞാനും നിങ്ങളും തിരിച്ചു വന്നത് എങ്ങോട്ടാണെന്നറിയുമോ? ഇന്നലെ വരെ നമ്മളെ ഉപ്പ കിടന്നുറങ്ങിയ വീട്ടിലേക്കാണ്. ഇന്നലെ വരെ നമ്മളെ ഉമ്മ ഉറങ്ങിയ വീട്ടിലേക്കാ. ആ ഉമ്മാക്ക് വീട് പോയിട്ട് ഒരു വെക്കാനൊരു തലയിണ പോലും നമ്മളെ പൊന്നുമ്മാക്ക് കൊടുത്തില്ല. നമ്മളെ ഉപ്പാക്കൊരു പായ പോലും വിരിച്ചു കൊടുക്കാതെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് നമ്മൾ കൊടുത്തത് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ. ഇടക്കിടക്ക് ഓർക്കണ്ടേ നമ്മളെ ഉമ്മമാരെ ഞാനും നിങ്ങളും, ഇടക്കിടക്ക് ഓർക്കണ്ടേ നമ്മളെ ഉപ്പമാരെ ഞാനും നിങ്ങളും. യുവാക്കളെ, ഒരു കഥ പറയട്ടെ, മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. ഒരു മകൻ ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്, ഉമ്മ മാത്രമാണ് ജീവിച്ചിരിപ്പുള്ളത്. ആ ഉമ്മയെ തോളിലേറ്റ് പുണ്യമായ മക്കയിലേക്ക് പോവുകയാണ്. ഉമ്മാക്ക് കഅബമൊന്ന് കാണിക്കാൻ, ഉമ്മാക്ക് പുണ്യമായ അറഫയും മിനയും മുസ്ദലിഫയും ഒന്ന് കാണിക്കാൻ പൊന്നുമ്മാനെ ചുമന്നുകൊണ്ട് പുണ്യമായ മക്കയിലേക്ക് പോവുകയാണ് മകൻ. പ്രായമായ ഉമ്മാക്ക് നടക്കാൻ കഴിയാഞ്ഞിട്ട് ആ ഉമ്മാനെ തോളിലേറ്റി മക്കയിലെത്തിയിട്ട് മക്ക രാജ്യം മുഴുവനും കണ്ടതല്ലേ പുണ്യമായ കഅബം കണ്ട് ആ ഉമ്മാനെ നേരെ കൊണ്ടുപോയി അറഫയിൽ കൊണ്ടുപോയി ജബലുർ റഹ്മയുടെ തായ്ഭാഗത്ത് വെക്കുകയാണ്. ജബലുർ റഹ്മയുടെ തായ്ഭാഗത്ത് വെച്ചുകൊണ്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇത് ജബലുർ റഹ്മയാണ്, അള്ളാനോട് ദ്വാരുന്നോളൂ ഉമ്മ എന്ന് പറഞ്ഞ മകനതാ നേരെ പുറത്തു പോയി ജബലുർ റഹ്മയുടെ അടുത്ത് പോയി ദുആ ചെയ്യുമ്പോ ബേക്കിൽ നിന്നൊരു കരച്ചിൽ കേൾക്കുകയാണ്. മകൻ എന്താണ് ദുആ ചെയ്തത്? അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ, എന്റെ ഉപ്പാക്ക് പൊറുക്കണം അല്ലാഹ്. ആ ദുആ കേൾക്കുമ്പോ ബേക്കിൽ നിന്നൊരു കരച്ചിലാണ്. മകൻ തിരിഞ്ഞു നോക്കുമ്പോ ജബലുർ റഹ്മയുടെ തായ്ഭാഗത്തിരിക്കുന്ന ഉമ്മയാണ്. മകനോട് ചെന്ന് ചോദിച്ചു, ഉമ്മ നിങ്ങൾ എന്തിനാ കരയുന്നത് മോനെ?
നിന്റെ ഉപ്പ ഇവിടെ വരാൻ കഴിയാതെ മരിച്ചു പോയ ആളാ മോനെ. നിന്റെ ഉപ്പ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് എനിക്ക് ഓർമ്മ വന്നതാ മോനെ. നമുക്ക് വേണ്ടി സാഹസപ്പെട്ടത് ഓർമ്മ വന്നതാ മോനെ. നീ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്തപ്പോ ഞാൻ ഓർത്തു പോയത് നിന്റെ ഉപ്പ എന്നെ പോറ്റാൻ നിനക്ക് ഭക്ഷണം തരാൻ പാറക്കല്ല് ചുമന്നു പോകുന്ന രംഗമാണ് മോനെ. ഉപ്പ പാറക്കല്ല് ചുമന്ന് കൊണ്ടുപോകുമ്പോ ഉമ്മയാകുന്ന എനിക്ക് നിന്നെ ഗർഭമാണടാ. ഗർഭമുള്ള ഞാൻ ഉപ്പയോട് ആ കല്ലൊന്ന് പൊക്കി തരട്ടെ എന്ന് ചോദിച്ചപ്പോ വേണ്ട, ഗർഭസ്ഥിലുള്ള കുട്ടിക്ക് പ്രശ്നമാണ്, അതുകൊണ്ട് നീ വേഗം പോയിക്കോ വീട്ടിലേക്കെന്ന് പറഞ്ഞു ഒരു കല്ല് പോലും പൊക്കി തരാൻ എന്നോട് പറയാതെ സ്വന്തം കൈകൊണ്ട് കല്ല് പൊക്കി തലയിൽ വെച്ച് പാപങ്ങളായ നമ്മളെ പോറ്റാൻ നമ്മളെ പൊന്നുപ്പ നടന്നത് ഓർക്കുന്ന മോനെ. അതുകൊണ്ട് ഉപ്പാനെ മറക്കരുതടാ, ഉപ്പാനെ മറക്കരുത് മോനെ, ഉപ്പാനെ മറക്കരുത് മോനെ. ഞാൻ പറയുന്നു ഉമ്മമാരെ, രക്ഷിതാക്കളെ, അതിന് മാത്രം നമുക്ക് വേണ്ടി സാഹസപ്പെട്ട പൊന്നുപ്പ മരിച്ച് ഖബറിലേക്ക് പോയിട്ട് അവരുണ്ടാക്കിയ വീട്ടിൽ അവര് തലയിണ പോലും ഞാനും നിങ്ങളും കൊടുത്തോ. ഇന്നവര് ഖബറിലാണ്, ഖബറാകുന്ന കല്ലറക്കൂട്ടിലാണ്. പതിരാത്രി വെളിച്ചമില്ലാതെ ഖബർസ്ഥാനിലേക്ക് പോകാൻ പേടിക്കുന്ന ഞാനും നിങ്ങളും ഉപ്പാനെ ഒറ്റക്കിട്ട് പോന്നില്ലേ ഖബറില്, ഉമ്മയെ ഒറ്റക്കിട്ട് പോന്നില്ലേ ഖബറില്. അവരെ കൂടെ ആരാണുള്ളത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ മരിച്ചവരുടെ ഖബർ സ്വർഗമാക്കട്ടെ.